ചൂരൽമലയിൽ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. നിർണായകമായ ഘട്ടത്തിലൂടെയാണ് നിലവിൽ രക്ഷാപ്രവർത്തനം കടന്നു പോകുന്നത്. സൈന്യം ദ്രുതഗതിയിൽ തന്നെ ബെയിലി പാലം നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെ ഇനിയും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. മാത്രമല്ല അവർക്ക് വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി ആശുപത്രികളിലടക്കം എത്തിച്ച് ജീവൻ്റെ തുടിപ്പ് ഏതെങ്കിലും തരത്തിൽ അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി പുറത്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സാധന സാമഗ്രികൾ അവിടെ എത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. കാരണം നമുക്കറിയാം, ഇത്തരം ദുരന്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഈ മനുഷ്യ സഹജമായി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ പലപ്പോഴും പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഉരുൾപൊട്ടി ഇത്രയും വലിയ മല ഉരുൾപൊട്ടി താഴേക്ക് വരുമ്പോൾ വലിയ പാറക്കഷ്ണങ്ങൾ അവിടെ ഈ ഉരുൾപൊട്ടി വരുന്ന ഭാഗത്തുണ്ടാവുന്ന ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലായിരിക്കും ഇത്തരത്തിൽ മനുഷ്യർ പെട്ടുപോകുന്നത്. അത്തരം ഈ പാറക്കഷ്ണങ്ങളെയും അതോടൊപ്പം തന്നെ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളെയൊക്കെ തന്നെ എടുത്തു മാറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ള സാമഗ്രികൾ കൊണ്ടുവരേണ്ടി വരും. കട്ടറുകൾ, അതോടൊപ്പം തന്നെ JCB തുടങ്ങിയ വലിയ വലിയ സാമഗ്രികൾ എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. അതിൻ്റെ ആവശ്യകതയൊക്കെ വളരെ വലുതാണ്. അപ്പോൾ പലപ്പോഴും മഴ ഒരു രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി, അത് ദുഷ്കരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, മഴ കനക്കുന്നൊരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാഹചര്യമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രയും ഉരുൾപൊട്ടിയൊരു സാഹചര്യത്തിൽ അവിടുത്തെ ഭൂപ്രദേശം അത്തരത്തിലൊരു അത്തരം സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ വീണ്ടും മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് അതൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ സമാന്തരമായ മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. അനൂപ് തന്നെ ചേരുന്നു വിശദാംശങ്ങളുമായി. അനൂപ്, അനൂപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധന സാമഗ്രികൾ അവിടെ എത്തിക്കേണ്ടത് ഒരു പ്രധാന കാര്യമാണ്. കാരണം അത് എത്തിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിക്കാനാകുകയുള്ളൂ. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അല്പസമയത്തിനകം പൂർത്തിയാകും എന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അല്പസമയത്തിനകം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? മഴയുടെ ഒരു തോത് ഇന്നലെ രാത്രി വളരെയധികം വർദ്ധിച്ചിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ അല്പം ശമനമുണ്ട്. വൈകിട്ട് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു മഴയുടെ അളവ് വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആ വാഹനങ്ങൾ എത്തിക്കുന്നതും അതുപോലെ തന്നെ ഈ താൽക്കാലിക പാലം വഴിയുള്ള ആളുകളെ കടത്തിവിടുന്നതെല്ലാം തടസ്സപ്പെടുന്നു. വൈകിട്ട് 6 മണി 7 മണിയോടുകൂടി തന്നെ പൂർണ്ണമായും ഈ സാഹചര്യങ്ങളാൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ അതിനുശേഷം ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിൽ സൈനികരുൾപ്പെടെ അത് മുന്നോട്ട് കൊണ്ടുപോയി ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് ഈ ഇത്രയും നീളത്തിൽ ഒരു പാലം നിർമ്മിക്കുക. താൽക്കാലിക ആ പാലം വളരെ വലിയ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ കടന്നു പോകാൻ വിധത്തിൽ ഒരു പാലം സൃഷ്ടിക്കുക എന്നുള്ളതെല്ലാം വലിയ ഒരു ശ്രമകരമായ ഒരു പ്രവർത്തനമാണ്. ഏതായാലും അതിൽ ഇന്നലെ രാത്രി തന്നെ സൈന്യം ഏതാണ്ട് പകുതിയിലധികം പൂർത്തീകരിച്ചു. ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് തന്നെ ആ പാലം പണി പൂർത്തീകരിക്കുമെന്നാണ് സൈന്യം ഇന്നലെ ആ ഘട്ടത്തിൽ രാത്രി വൈകി നടന്ന ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മോട് പറഞ്ഞത്. ഒരു ശ്രമകരമായ ദൗത്യം. ഏതായാലും അത് പൂർത്തിയാവുക എന്നുള്ളത് നമുക്ക് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകമാവുന്ന ഒരു ഘടകമായിരിക്കും. നമുക്കറിയാം, ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ആഘാതം ഉണ്ടായ മുണ്ടക്കയിലേക്ക് വലിയ യന്ത്രങ്ങൾ എത്തിക്കുന്നതിൽ നേരിട്ട തടസ്സം എല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യന്ത്ര ഭാഗങ്ങൾ, പ്രത്യേകിച്ച് JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ. എന്നാലും അതിനായുള്ള വാഹനങ്ങൾ ഇവിടെ കാത്തു കിടക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ഒരു വലിയ JCB പുഴ പൊളിച്ചു കടന്ന് അവിടേക്ക് എത്തി. എന്നാൽ അത് പുഴയിലെ വെള്ളം താഴ്ന്നു നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു. വൈകിട്ടോടുകൂടി വെള്ളം ഉയർന്നതിനെ തുടർന്ന് അത് വീണ്ടും അവിടേക്ക് JCB എത്തിക്കാനുള്ള ശ്രമം, പുഴയിലൂടെ എത്തിക്കാനുള്ള ശ്രമം ഏതായാലും നടന്നില്ല. അതുകൊണ്ട് തന്നെ പാല നിർമ്മാണം നമ്മളെ സംബന്ധിച്ചുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്പസമയം മുൻപ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് പുഴയിൽ വെള്ളം കൂടുതലായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ പാല നിർമ്മാണത്തിന്റെ ഒരു ആവശ്യകത കൂടുതലായി വരും.
ഏതായാലും സൈന്യം ഉച്ചയോടുകൂടി തന്നെ അത് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഈ അവിടേക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് ആളുകളെ ഈ കുടുങ്ങിക്കിടക്കുന്ന പരമാവധി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ എത്തിച്ചിരുന്നു. ഇനി നമുക്ക് വലിയ തിരച്ചിലാണ് നടത്താനുള്ളത്. അവിടെ ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംബന്ധിച്ച തിരച്ചിലാണ് നടത്താനുള്ളത്. ആ തിരച്ചിൽ ആ, അല്പസമയത്തിനകം തന്നെ മുണ്ടക്കയിൽ നടക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതിൽ ഇപ്പോൾ തന്നെ നാട്ടുകാർ പല സ്ഥലങ്ങളിൽ നിന്നും മറ്റുമായി അവിടേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതും മറ്റും കാരണം പലർക്കും ദീർഘദൂരം അവിടേക്ക് നടന്ന് ആണ് ഈ ഈ ദുരന്തബാധിത മേഖലയിലേക്ക് എത്താൻ സാധിക്കുന്നത്. അവിടേക്ക് എത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും നമ്മളടക്കം ആ തടസ്സം നേരിടുകയാണ്. അവിടേക്ക് എത്തിയതിനു ശേഷമായിരിക്കും നമുക്ക് അവിടെ നിൽക്കുന്ന തൽസ്ഥിതി എന്ത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിശദമായിട്ടുള്ള ഒരു കാര്യം പറയാൻ സാധിക്കും. ഏതായാലും ഔദ്യോഗികമായി ഈ രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയിലേക്ക് 20 പേരടങ്ങുന്ന സംഘം വീണ്ടും പുറപ്പെടുമെന്നാണ് നമ്മൾ ഇപ്പോൾ ഇവിടെയുള്ള സൈനികർ പറയുന്നത്. അതോടൊപ്പം അവിടെ ഈ പാല നിർമ്മാണം പൂർത്തീകരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായി കൂടുതൽ സേനാംഗങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് ഇവിടേക്ക് എത്തും എന്നും അറിയുന്നു. ഏതായാലും ആരോഗ്യ സംവിധാനം അതോടൊപ്പം ഇതിനായി പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിനായുള്ള വളരെ വിപുലമായ സംവിധാനങ്ങൾ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ച് നടപ്പാക്കുകയാണ്. അവരെല്ലാം ഇപ്പോൾ തന്നെ ഇവിടെ സജ്ജരായി നിൽക്കുന്നത് കാണാം. നമുക്ക് ആവശ്യം ഇന്ന് കൂടുതൽ രക്ഷാപ്രവർത്തനം ആവശ്യമായ മേഖല ഇന്ന് മുണ്ടക്കൈയാണ്. അവിടെ ഈ വീടുകൾക്ക് അടിയിൽ പെട്ട് കിടക്കുന്ന നിരവധി ആളുകളുണ്ടെന്നാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടവർ പറയുന്നത്. അവരെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീടുകളിൽ ഉൾപ്പെടെ മണ്ണിനടിയിലാണ് പല വീടുകളും. അവരെ രക്ഷപ്പെടുത്താൻ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ ഇവിടെ തുടരുകയാണ്. അനൂപ് സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചാണ് ഇന്ന് കൂടുതൽ രക്ഷാപ്രവർത്തനം നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഈ വീടിനടിയിലടക്കം കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്നലെ തന്നെ വൈത്തിരി സുഗന്ധഗിരി മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആളുകളെ സുരക്ഷിതമായി ക്യാമ്പുകളിലേക്കടക്കം മാറ്റിയിട്ടുണ്ട്. അവർക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണെങ്കിലും അതൊന്നും വകവയ്ക്കാതെ തന്നെ അവിടെ മഴ പെയ്യുന്നുണ്ട്. കനത്ത ചെളിയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അത് വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട്. കനത്ത ചെളി ഉണ്ടാകുന്ന സാഹചര്യം, പാറക്കെട്ടുകൾ, ഒരു സൈഡിൽ പാറക്കെട്ട്, മറ്റൊരു സൈഡിൽ പുഴ വറ്റിപ്പോയി. ആ പുഴ വേറൊരു സൈഡിൽ കൂടി അതിശക്തമായി ഒഴുകുന്നു. മലവെള്ളപ്പാച്ചിലടക്കം ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സൈന്യമുണ്ട്, അതോടൊപ്പം തന്നെ നാട്ടുകാരുണ്ട്, NDRF സംഘങ്ങൾ, ഫയർഫോഴ്സ് അടക്കം വരുന്ന ആളുകൾ, വിപുലമായ തിരച്ചിൽ ദൗത്യങ്ങൾ, വിപുലമായ സജ്ജീകരണങ്ങൾ, ഒരുമിച്ച് കൈകോർത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനി ജീവൻ്റെ തുടിപ്പുകൾ ഇനിയും ഈ മുണ്ടക്കൈ ഭാഗങ്ങളിൽ പെട്ടുകിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. കാരണം ജീവൻ്റെ വില അത്രത്തോളമുണ്ട്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ബെയിലി പാലം അടക്കമുള്ള നിർമ്മാണം പുരോഗമിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് അനൂപ് നൽകിയ വിവരം. അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പറയുന്ന സംവിധാനങ്ങൾ, അതായത് അവിടേക്ക് ഈ JCB അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കാനാകുകയുള്ളൂ. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമാണ് അവിടെ ഈ മണ്ണ് നീക്കിക്കൊണ്ട് സമഗ്രമായ രീതിയിലുള്ള തിരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ 1000-ലധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 270 മരണസംഖ്യ പറയുന്നതെങ്കിൽ കൂടി അതിൽ കൂടുതലുണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ രക്ഷാപ്രവർത്തനം ഇത്തരത്തിലൊരു ദുഷ്കരമായ സാഹചര്യത്തിൽ മാത്രമല്ല, ഈ മണ്ണിനടിയിൽ പെട്ടുകിടക്കുക എന്ന് പറയുന്നത് വളരെയധികം ദയനീയമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 270 എന്ന് പറയുന്നെങ്കിൽ കൂടി അവിടെ പുറത്തുനിന്ന് വന്ന ആളുകളുണ്ടായിരിക്കും, ബന്ധു വീട്ടുകളിലേക്ക് എത്തിയ ആളുകളുണ്ടായിരിക്കും, അത്തരത്തിൽ നിരവധി ആളുകളുണ്ടായിരിക്കും. ഈ അവരെ കണ്ടെത്തുക, അല്ലെങ്കിൽ തിരിച്ചറിയുക, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുക എന്നുള്ളത് വളരെയധികം ശ്രമകരമായ ദൗത്യമാണ്. മഴ കൃത്യമായ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇന്നലെയും മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അനൂപ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെ കാര്യമായ മഴ, ഇന്നലെ രാത്രി തുടങ്ങി ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നേരിയ ശമനമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ ദൗത്യസംഘത്തിന് നേരിയ ആശ്വാസം നൽകുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം വളരെ ദ്രുതഗതിയിലുള്ള
ഈ സൈന്യം വളരെ ദ്രുതഗതിയിലാണ് പാലത്തിൻ്റെ പണി പുരോഗമിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം വരുന്ന ആളുകൾ ഇന്ന് വയനാട്ടിലേക്ക് എത്തും. നേരിട്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തും, ഏകോപനം നടത്തും. മാത്രമല്ല അവിടെ സാധ്യമായ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിർവഹിക്കും. ഇന്ന് അവിടെ 11 മണിയോടുകൂടി സർവകക്ഷി യോഗം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ എല്ലാ മന്ത്രിമാരും അവിടെ എത്തിയിരുന്നു. അവർ വേണ്ട വിധത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കാളികളായി. സങ്കടകരമായ സാഹചര്യങ്ങളെ അവർ അഭിമുഖീകരിച്ചു, വേണ്ട ഉറപ്പുകൾ നൽകി. ഇത്തരത്തിലുള്ള സാഹചര്യമെല്ലാം അവിടെ ഉണ്ടായി. മാത്രമല്ല നമുക്കറിയാം, ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ ആളുകൾ അവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവിതമല്ല അവർക്ക് ഈ ദുരന്തത്തിന് ശേഷം ഉണ്ടാകുക. കാരണം പ്രതീക്ഷകളെയൊക്കെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യർ ഈ മലവെള്ളം അല്ലെങ്കിൽ ഇങ്ങനെ ഉരുൾപൊട്ടി വരിക എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുണ്ടാകുന്നൊരു സാഹചര്യമാണ്. നമുക്കൊരിക്കലും അത്തരം കാര്യങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ അതൊന്നും തന്നെ ആലോചിക്കാതെയാണ് അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടാകുക. പ്രതീക്ഷകൾ കയ്യിൽ പിടിച്ച് ജോലിക്ക് പോകാൻ, രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറായി കിടന്ന മനുഷ്യർ, മക്കളെ സ്നേഹിക്കാൻ, വീണ്ടും സ്നേഹിക്കാൻ തയ്യാറായ അച്ഛനമ്മമാർ. ഇത്തരം വളരെ സങ്കടകരമായ കാഴ്ചകളാണ്. ഒരു പക്ഷേ അത് വാക്കുകൾ കൂടി നമുക്കൊരിക്കലും അതിനെ വിവരിക്കാനാവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. എന്തായാലും രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ആരോഗ്യ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റനുബന്ധ സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമ്പുകളൊക്കെ തന്നെ സജ്ജമാണ്. ക്യാമ്പുകളിലേക്ക് നിരവധി ആളുകളെ എത്തിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട വിധത്തിലുള്ള മെഡിക്കൽ അറ്റൻഷനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പാലം നിർമ്മാണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏറ്റവും നിർണായകമാണ്. പാലം നിർമ്മാണം ഉച്ചയോടുകൂടി പൂർത്തിയാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വയനാട്ടിൽ നിന്നും സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു അനൂപ്.